പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മൾ റബ്ബർ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ വിതരണം ചെയ്യാനുള്ള റബ്ബർ തൈ നമ്മളിപ്പോൾ ബെഡ് ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ബെഡ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇത് ബെഡ് അഴിച്ചു വിടാൻ പറ്റും. എല്ലാം ബെഡ് ചെയ്ത് നിൽക്കുന്ന തൈയാണ്, അതൊക്കെ പിടിച്ചിരിക്കുന്ന തൈയാണ്. അപ്പോൾ ഇതിപ്പം നമ്മളൊരു 10 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചു വിടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള തൈകൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റബ്ബർ തൈ ആവശ്യമുള്ള കർഷകർ ആയിട്ട് ബന്ധപ്പെടുക. നമ്മുടെ നഴ്സറിക്ക് റബ്ബർ ബോർഡിൻ്റെ അംഗീകാരമുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ റബ്ബർ ബോർഡിൻ്റെ അപ്രൂവൽ ഇല്ലാത്ത നഴ്സറികളിൽ നിന്ന് റബ്ബർ തൈകൾ വാങ്ങി നിങ്ങൾ കൃഷി ചെയ്താൽ അതിന് സബ്സിഡി ലഭ്യമാകുന്നതല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് നഴ്സറിയിൽ നിന്നാണെങ്കിലും റബ്ബർ ബോർഡിന് അംഗീകാരമുള്ള അതിന് സീല്, അതിന് നമ്പറൊക്കെ ഉണ്ട്. ആ നമ്പറൊക്കെ ഉള്ള ഇത് ബില്ലുണ്ടെങ്കിൽ മാത്രമേ അവർ സ്വീകരിക്കത്തുള്ളൂ. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം റബ്ബർ കൃഷി ചെയ്യുവാനായിട്ട്. നമുക്ക് കേര പദ്ധതിയിലൊക്കെ പെടുത്തിക്കൊണ്ട് നമുക്കിപ്പം കൂടുതൽ സബ്സിഡികൾ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ നല്ല തൈകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് നോക്കി നമ്മൾ തൈകൾ ബുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വർഷം മുതൽ കണ്ണൂർ, കാസർഗോഡ്, കർണാടക, ദക്ഷിണ കന്നഡ ജില്ലകളിലേക്കൊക്കെ ഞങ്ങൾ തൈകൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക.